ഹലോ! എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയദശമി ആശംസകൾ കേട്ടോ. അപ്പോൾ എല്ലാവരും പൂജയൊക്കെ എടുത്ത് കാണുമല്ലോ. എല്ലാവരും അമ്പലത്തിൽ പോയില്ലേ? ഞങ്ങളും ദേ അമ്പലത്തിൽ പോകാൻ തയ്യാറായി നിൽക്കുവാണ് കേട്ടോ. രാവിലെ കുളിച്ച് വീട്ടിൽ വിളക്കൊക്കെ വെച്ചു. വീട്ടിലും പൂജ വെച്ചിട്ടുണ്ട്, അമ്പലത്തിലും പൂജ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദേ അമ്പലത്തിൽ പോകാൻ തയ്യാറായി നിൽക്കുവാണ്. അമ്പലത്തിൽ പോകുന്നു എന്ന് പറയുമ്പോൾ അമ്പലം ഒരുപാട് ദൂരെയൊന്നും അല്ല കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ മുറ്റത്ത് തന്നെ അയ്യപ്പൻ്റെ ഒരു അമ്പലമുണ്ട് കേട്ടോ. കുഞ്ഞ് അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. ഒത്തിരി ദൂരമല്ല, ഒരു 10 ചുവട് നടന്നാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങൾ അമ്പലത്തിൽ വന്ന് തൊഴുത് കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങി കുറച്ച് സമയം ഇരുന്നു കേട്ടോ. കുട്ടികളൊക്കെ വന്ന് പൂജ വെച്ചിട്ടുള്ള പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം അമ്പലത്തിലൊക്കെ ഇരുന്ന് സംസാരിച്ച ശേഷം ദേ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ കണ്ണാടിയുടെ മുമ്പ് നിന്ന് കുറച്ച് പോസൊക്കെ ചെയ്യണമല്ലോ. അത് കഴിഞ്ഞിട്ട് ദേ നേരെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ ദോശയും സാമ്പാറും ചമ്മന്തിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഉള്ള പച്ചക്കറികളെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് സാമ്പാറിന് വേണ്ടിയിട്ട്. പിന്നെ പരിപ്പ് എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്, പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് എളുപ്പത്തിനാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുന്നത്. കുക്കറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മളെ പൊടികൾ, സാമ്പാർ പൊടിയല്ല കേട്ടോ, നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് അടച്ചു വെച്ചൊരു 5-6 വിസിലൊക്കെ ഞാൻ കേൾപ്പിക്കാറുണ്ട് കേട്ടോ. എൻ്റെ കുക്കർ ഇപ്പോൾ സ്ഥിരം ഇങ്ങനെ കുളമാക്കാറുണ്ട് കേട്ടോ. ആകെ വെന്ത് മുകളിലോട്ട് തൂവി പോകാറുണ്ട്. അപ്പോൾ ഇതേ മല്ലിയിലിടാൻ ഞാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ സാമ്പാർ തുറന്ന ശേഷമാണ് മല്ലിയില ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ സാമ്പാറിലേക്ക് കടുവും കൂടെ വറുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ സാമ്പാർ? കാണാനും കഴിക്കാനും നല്ലതാണ് കേട്ടോ. പിന്നെ ആ പാത്രത്തിനകത്തോട്ട് തന്നെ ഞാൻ കടുക് വറുത്തിട്ട് ചമ്മന്തിയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്ത്, ചമ്മന്തിയും കൂടെ കടുക് വറുത്തെടുത്ത് പിന്നെ പെട്ടെന്ന് ദോശ ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ ഇരുമ്പിൻ്റെ ഈ പാനിനകത്താണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്നത്. നേരത്തെ ഞാൻ നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, പക്ഷേ അത് കുറേ നാൾ കഴിയുമ്പോൾ അതങ്ങ് ചീത്തയായി പോകും കേട്ടോ. അപ്പോൾ പിന്നെ പുതിയ ഇരുമ്പിൻ്റെ ദോശക്കല്ല് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആകെ വിശന്നിരിക്കുവാണ് കേട്ടോ. ഒത്തിരി താമസിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോഴേക്കും. അപ്പോൾ പെട്ടെന്ന് ദോശ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനും കഴിക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതേ ദോശയും ചമ്മന്തിയും സാമ്പാറും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുവാണ്. ഓക്കെ, ബായ്.